കാർത്തിക് തൊട്ടടുത്ത റൂമിലുണ്ടെന്ന ശ്രീകാന്തിന്റെ വെളിപ്പെടുത്തൽ സീതയെ ഞെട്ടിക്കുന്നു. ശ്രീകാന്ത് കട്ടിലിന്റെ കാൽക്കലിരുന്ന് തലയ്ക്ക് കൈകൊടുത്തു. ബാത്റൂമിൽ നിന്നിറങ്ങി വന്ന സീത ഒരു നിമിഷം അവന്റെ ഇരിപ്പ് നോക്കി നിന്നിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു. തുറന്നു കിടക്കുന്ന ഗ്ലാസ് ഡോറിലൂടെ ബാൽക്കണിയിൽ ചെന്ന് നിന്ന് അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു പായിച്ചു. അപ്പോഴും ശ്രീകാന്ത് അതേ ഇരിപ്പ് തുടരുകയാണ്. ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് കയറിയ സീത ടേബിളിൽ ചാരി നിന്ന് ശ്രീകാന്തിനെ നോക്കി. ഇവിടെ നമ്മൾ രണ്ടുപേരും തെറ്റുകാരാണ്. നമ്മൾ ഒരുപോലെ തെറ്റ് ചെയ്തിട്ട് പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടോ? സാവധാനമുള്ള സീതയുടെ ചോദ്യം കേട്ട് ശ്രീകാന്ത് തലയുയർത്തി നോക്കുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? റൂം മാറിയതാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ മുറിയിലേക്ക് കയറി വന്നത് താൻ. കുളിച്ചു വന്ന എന്നെ ഉടുത്തിരുന്ന വേഷമഴിച്ച് കളഞ്ഞ് പ്രലോഭിപ്പിച്ചതും താൻ. അതിലെവിടെയാണ് ഞാൻ തെറ്റ് ചെയ്തത്? ശ്രീകാന്ത് ചോദിച്ചു. സീതയ്ക്ക് ദേഷ്യം വന്നു. ഒരു രീതിയിലും താൻ തെറ്റുകാരനല്ലെന്ന് പറയാൻ കഴിയുമോ തനിക്ക്? ഞാൻ റൂം മാറി കയറി വന്നപ്പോൾ എനിക്ക് ബോധമില്ലായിരുന്നു. അതിവിടുത്തെ CCTVയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടാവും. ആടി ആടി ഞാൻ ഇവിടേക്ക് വന്ന് കയറുന്നത് നോക്കി ബോധ്യപ്പെടാവുന്നതേയുള്ളൂ. അങ്ങനെ ഒരാൾ റൂമിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് താൻ ഹോട്ടൽ മാനേജറെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തില്ല? എൻ്റെ ഭാഗത്തു നിന്ന് മോശമായ രീതിയിൽ പ്രലോഭനമുണ്ടായെങ്കിൽ തനിക്ക് ഇതിൻ്റെ അധികൃതരെയോ പോലീസിനെയോ വിളിക്കാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ഒരു രാത്രി മുഴുവൻ എന്നെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ തെറ്റുകാരനല്ല എന്ന് വാദിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? സീത വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കോംപ്രമൈസ് ചെയ്യാനാണ് അവൾ ശ്രമിച്ചതെങ്കിലും അവൻ അടുക്കാത്തത് അവളെ കൂടുതൽ ചൊടിപ്പിച്ചു. കിട്ടിയ അവസരം മുതലാക്കിയിട്ട് ഇപ്പോൾ ഞാൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ അല്ലേ? നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നഷ്ടം എനിക്ക് മാത്രമാണ്, എനിക്ക് മാത്രം. അവൾ വിതുമ്പലോടെ ബാൽക്കണി ഡോറിൽ ചേർന്ന് നിന്ന് പുറത്തേക്ക് പോയി. എന്നെ പ്രലോഭിപ്പിച്ച് നിന്നിലേക്ക് അടുപ്പിച്ചതും ഒരു രാത്രി ഒന്നിച്ച് കഴിഞ്ഞതുമൊക്കെ നിന്റെ തെറ്റ് തന്നെയാണ്. അബദ്ധത്തിൽ റൂമിലേക്ക് കയറി വന്ന് റൂമിലുണ്ടായിരുന്ന പുരുഷനെ കൊണ്ട് സെക്സ് ചെയ്തിട്ട് ഇപ്പൊ നല്ല വെള്ള ചമയുന്ന ഈ നാടകം യാദൃശ്ചികമാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം നിന്റെ പ്ലാനിങ് ആണെങ്കിലോ? ഈ ഹോട്ടലിൽ ഞാൻ വന്ന ടൈം മുതൽ നീ എൻ്റെ പിന്നാലെ ഉണ്ടെങ്കിലോ? നിന്റെ ആസൂത്രിതമായ നീക്കമാണിതൊക്കെയെന്ന് ഞാൻ പറഞ്ഞാലോ? നിനക്ക് പിന്നിൽ വലിയൊരു ഗ്യാങ് തന്നെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയാലോ? ശ്രീകാന്ത് വീറോടെ ചോദിച്ചതും സീത തിരിഞ്ഞു നിന്ന് അവനെ പുച്ഛത്തോടെ നോക്കി. അവളുടെ മുഖത്ത് പെട്ടെന്നുണ്ടായ മാറ്റം കണ്ട് അവൻ അവളെ നോക്കി നെറ്റി ചുളിച്ചു. തൻ്റെ പേരെനിക്കറിയില്ല. പ്രായം ഏകദേശം 30 അടുപ്പിച്ചുണ്ടാവും. എന്നെപ്പോലെ കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നിന്നെ പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ തന്നെ നിന്റെ മുന്നോട്ടുള്ള ജീവിതം നിനക്ക് മുന്നിൽ വെല്ലുവിളിയാകും. നിന്റെ ലൈഫും കരിയറും എല്ലാം ഇവിടെ തീരും. എനിക്കിതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. എങ്കിലും എനിക്കിനി നഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടതായി ഉള്ളതെന്താണോ അതെനിക്ക് നഷ്ടമായി കഴിഞ്ഞു. ഞാനൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ നിന്റെ കാര്യം എവിടെ കഴിയും? അവളുടെ സംസാരത്തിലുണ്ടായ മാറ്റം കണ്ട് അവൻ എഴുന്നേറ്റു. അപ്പോൾ അങ്ങനെയാണ് നഷ്ടങ്ങളെല്ലാം എനിക്ക്. തെറ്റ് ചെയ്തതും ഞാൻ അല്ലേ? അവൻ ചോദിച്ചു. മൗനമായിരുന്നു മറുപടി. പുറത്തേക്ക് നോക്കി ബാൽക്കണി ഡോറിനോട് ചേർന്ന് നിൽക്കുന്ന സീതയുടെ പിന്നിലേക്ക് വന്നു നിന്നു ശ്രീകാന്ത്. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, എന്താ? ശ്രീകാന്ത് ചോദിച്ചു. അതല്ലേ ഞാനും പറഞ്ഞത്, രണ്ടുപേരും ഒരുപോലെ തെറ്റ് ചെയ്തവരാണെന്ന്. അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അതെ, ഞാനും തെറ്റ് ചെയ്തു. നിന്റെ ഭാഗത്ത് നിന്നും പിഴവുണ്ടായി. എല്ലാം ഈ നിമിഷം ഇവിടെ വെച്ച് നമുക്ക് മറക്കാം. ഇന്നലെ ഒരു രാത്രി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കരുതാം, എന്താ? ശ്രീകാന്ത് ചോദിച്ചു. സീത തിരിഞ്ഞു നിന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ ഞാൻ ഇറങ്ങുന്നു. ഇനിയൊരിക്കലും നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ. സീത അവന് നേരെ കൈ നീട്ടി വിഷ് ചെയ്തു. അവൻ അവളുടെ കയ്യിൽ തന്റെ കൈ ചേർത്തുകൊണ്ട് തലയനക്കി. അവൾ തന്റെ ഫോൺ ഹാൻഡ് ബാഗിലേക്ക് വെച്ചുകൊണ്ട് പോകാനായി തിരിഞ്ഞതും ശ്രീകാന്ത് അവളെ വിളിച്ചു. ഒരു മിനിറ്റ് ഒന്ന് നിന്നേതാൻ. അവന്റെ പിൻവിളിയിൽ അവൾ തിരിഞ്ഞു നോക്കി. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, അവൻ പറഞ്ഞു. അവൾ സംശയത്തോടെ അവനെ നോക്കി
എന്താണെന്ന അർത്ഥത്തിൽ പുരികമുയർത്തി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു സത്യം കൂടി ഞാൻ പറയാം. തൻ്റെ ബോയ് ഫ്രണ്ട് കാർത്തിക് നമ്മുടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലുണ്ടായിരുന്നു ഇന്നലെ രാത്രി. ഇന്ന് ഈ നിമിഷം വരെ അയാൾ അവിടുന്ന് പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീകാന്ത് പറഞ്ഞത് കേട്ട് സീത ഞെട്ടിത്തരിച്ച് നിന്നുപോയി. കാർത്തി, എന്താ താൻ എന്താ പറഞ്ഞത്? സീത വിശ്വസിക്കാൻ കഴിയാതെ തരിച്ചു നിന്നു. സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. തൻ്റെ ബോയ് ഫ്രണ്ട് കാർത്തിക് തൊട്ടടുത്ത റൂമിലുണ്ട്. അവനത് വീണ്ടും ആവർത്തിച്ചു. സീതയുടെ തലയിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. ആരൊക്കെയോ ചേർന്ന് തന്നെ ട്രാപ്പിലാക്കിയിരിക്കുന്നു. ഇനി കാർത്തിക് അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊരു നാടകം അരങ്ങേറിയത്? അവൾ തന്റെ കൈ തലയിൽ വെച്ച് മുടിയിൽ കോർത്ത് വലിച്ചുകൊണ്ട് അവൾ ഭിത്തിയിലേക്ക് ചാരി നിന്നു. എന്തേ, എന്തു പറ്റി? ശ്രീകാന്ത് ചോദിച്ചു. അവൾ അവനെ ദയനീയമായി നോക്കി. ആ നോട്ടം പതിയെ ദേഷ്യമായി മാറി. എനിക്കിപ്പോൾ ഈ നിമിഷം കാണണം കാർത്തിയെ. ഏതോ ഒരുത്തൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാണട്ടെ, ഞാൻ കണ്ട് ബോധ്യപ്പെടട്ടെ. പറഞ്ഞുകൊണ്ട് തന്നെ സീത വെട്ടിത്തിരിഞ്ഞ് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഒരു നിമിഷം ആലോചിച്ചു നിന്നിട്ട് അവൾക്ക് പിന്നാലെ ശ്രീകാന്തം ഇറങ്ങി. തൊട്ടടുത്ത റൂമിന്റെ അടഞ്ഞുകിടക്കുന്ന ഡോറിന് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ സീതയുടെ കൈവെള്ള പോലും വിയർക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നു. കേട്ടത് വിശ്വസിക്കാൻ അവൾക്കിനിയും കഴിഞ്ഞിരുന്നില്ല. നേരിൽ കാണണം. ഇതിനുള്ളിൽ തന്റെ കാർത്തിയുണ്ടെന്ന് കണ്ടു ബോധ്യപ്പെടണം. ഒരു പരിചയമില്ലാത്തൊരാൾ പറഞ്ഞത് വിശ്വസിച്ച് ബഹളമുണ്ടാക്കാൻ മാത്രം മണ്ടിയല്ല താൻ. അവൾ ഡോർബെല്ലിൽ വിരലമർത്തി. അവൾക്ക് തൊട്ടടുത്തായി ശ്രീകാന്ത് വന്ന് നിന്നെങ്കിലും അവളത് ശ്രദ്ധിക്കാൻ പോയില്ല. കണ്ണുകൾ രണ്ടും അടഞ്ഞുകിടക്കുന്ന ഡോറിൽ തന്നെയായിരുന്നു. കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലാതെ അവൾ ഒന്നുകൂടി ബെല്ലിൽ പ്രസ് ചെയ്യാൻ പോയതും അവർക്ക് മുന്നിൽ ഡോർ തുറക്കപ്പെട്ടു. അകത്ത് നിൽക്കുന്ന യുവതിയെ കണ്ട് സീതയുടെ നെറ്റി ചൊളിഞ്ഞു. അവൾ ശ്രീകാന്തിനെ നോക്കി. ശ്രീകാന്ത് അവളെയും. ഡോർ തുറക്കുന്ന കാർത്തികിനെ പ്രതീക്ഷിച്ച സീതയ്ക്ക് മുന്നിലൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളാകെ ആശയക്കുഴപ്പത്തിലായി. ഹേയ്, തന്റെ പേര്? അവൾ എന്തു പറയണമെന്നറിയാതെ ഒന്ന് പതറി. ധന്യ. യുവതി മറുപടി പറഞ്ഞു. എനിക്ക് കാർത്തികുണ്ടോ റൂമിൽ? അവളുടെ ചോദ്യം കേട്ട് ധന്യൊന്ന് പരുങ്ങുന്നതും കണ്ണുകൾ പിന്നിലേക്ക് പായുന്നതും സീത കണ്ടു. കാർത്തികുണ്ടോ തന്റെ കൂടെ? ആ ശബ്ദം ഉറച്ചതായിരുന്നു. ശ്രീകാന്ത് പോലും അവളുടെ ശബ്ദത്തിലെ മാറ്റത്തിൽ ഒന്ന് ഞെട്ടി. അത് ധന്യ പറയാൻ വിൽക്കുന്നത് കണ്ടതും സീത ധന്യയെ പിടിച്ചു മാറ്റി റൂമിനുള്ളിലേക്ക് കയറി. ഹേ, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? മറ്റൊരാളുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ സാധാരണ മാനേഴ്സ് കാണിച്ചൂടെ? ധന്യ അവൾക്ക് പിന്നാലെ ചെന്നു. ശ്രീകാന്ത് അകത്ത് കയറി ഡോർ ചാരി. തനിക്ക് മുന്നിൽ കണ്ട കാഴ്ചയിൽ തരിച്ചു നിൽക്കുന്ന സീത ധന്യയുടെ ചോദ്യമോ ദേഷ്യത്തോടെയുള്ള നോട്ടമോ അറിഞ്ഞില്ല. നിറഞ്ഞു നിന്നിരുന്ന കണ്ണുകൾ തുളുമ്പി ഒഴുകുന്നത് പോലും അവൾ അറിഞ്ഞില്ല. തനിക്ക് മുന്നിൽ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന കാർത്തിക്കിന്റെ മുഖത്തിന്റെ ഒരു വശം മാത്രമാണ് കാണാവുന്നത്. ശരീരം നഗ്നമാണ്. അവന്റെ തോളിന് താഴെ വരെ വെളുത്ത പുതപ്പ് വലിച്ചിട്ടിരിക്കുന്നു. 2 കാലുകളും അനാവൃതമാണ്. സീതയ്ക്ക് തൊണ്ട വരളുന്നതുപോലെ തോന്നി. നെഞ്ച് നോവുന്നതുപോലെ തോന്നി. കണ്ണുകൾ നീറുന്നതുപോലെ തോന്നി. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ അവൾ കാർത്തിക്കിന്റെ കാൽച്ചുവട്ടിലേക്ക് ഇരുന്നു പോയി. ശ്രീകാന്തും ധന്യയും പരസ്പരം നോക്കി. ധന്യ സീതയുടെ ചുമലിൽ കൈവച്ചു. അവൾ തിരിഞ്ഞു നോക്കിയ നോട്ടത്തിൽ ധന്യ താനെ തന്റെ കൈ പിൻവലിച്ചു. ശ്രീകാന്ത് ഒരു ചുവട് പിന്നിലേക്ക് മാറി. അഗ്നികൾ സ്ഫുരിക്കുന്ന നോട്ടം. സീത കാർത്തിക്കിനെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ചു. അവൾ ശ്രീകാന്തിനും ധന്യയ്ക്കും മുന്നിൽ അഭിമുഖമായി നിന്നു. കാർത്തിക് അല്പം മദ്യപിച്ചിരുന്നു. അതിന്റെ മയക്കമാണ്. ഉണരാറാകുന്നു. ഞാൻ വേണേൽ. ധന്യ പറഞ്ഞുകൊണ്ട് കാർത്തികിനെ വിളിക്കാനാഞ്ഞതും സീത കൈ ഉയർത്തി തടഞ്ഞു. ധന്യയുടെ മുഖത്തെ നിസ്സാരതയും ശ്രീകാന്തിന്റെ മുഖത്തെ കൂസലില്ലായ്മയും സീതയ്ക്ക് പലതും കാട്ടിത്തന്നു. ആരൊക്കെയോ ചേർന്ന് എഴുതിയൊരു നാടകത്തിൽ കഥയറിയാതെ ആടുകയായിരുന്നൊരു കഥാപാത്രമാണ് താനെന്ന്
അവൾക്ക് മനസ്സിലായി. കുറിക്ക് കൊള്ളുന്ന ഒരുപാട് ചോദ്യങ്ങൾ ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് വന്നു തറച്ചു. ഓരോ അസ്ത്രങ്ങൾ കണക്കെ.